ഈ നിസ്കാരത്തിന്റെയും ഒത്തുചേരലിന്റെയും പരിശുദ്ധമായ വലിയ പെരുന്നാളിന്റെയും ചൈതന്യത്തെ നഷ്ടപ്പെടുത്തുന്ന അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ പ്രത്യേകിച്ചും ആഘോഷവേളകളിൽ ഇസ്ലാം വളരെ കർശനമായി ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണിത്. പരിശുദ്ധമായ ഹജ്ജിന്റെ നാളുകളിൽ ആ പ്രിയങ്കരായ കുടുംബത്തെക്കുറിച്ച്, അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയെക്കുറിച്ച്, മകനെക്കുറിച്ച് ഓർമ്മകൾ അയവറക്കലാണ് പരിശുദ്ധമായ ഹജ്ജ്. അള്ളാഹു ആ വലിയ സംവിധാനം വെച്ചിട്ടുള്ളത് അതാണ്. ഒരു ആണ്ട് അനുസ്മരണം പോലെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഹജ്ജിന്റെ വേളയിലും സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചലന നിശ്ചലങ്ങളെ, അവിടുത്തെ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ, അവിടുത്തെ ഛായാചിത്രങ്ങളെ മനോമുഖരങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോവുകയാണ് 35-40 ലക്ഷം വരുന്ന വിശ്വാസികൾ വർഷം വർഷം. അള്ളാഹു നമുക്കും അവിടെ വരും കാലങ്ങളിൽ ആരോഗ്യത്തോടെ സന്തോഷകരമായി സ്വീകാര്യപ്രദമായി എത്താനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സയ്യിദുനാ സയ്യിദുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ ഏകദേശം 12ഓളം പിതാക്കന്മാരാണ് കടന്നു പോകുന്നത്. നൂഹ് നബിയുടെ മകൻ, അവരുടെ മകൻ, അങ്ങനെ എണ്ണിയാൽ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് എത്തുമ്പോൾ തന്റെ 12ാമത്തെ മകനായിട്ട് ചരിത്രത്തിൽ എണ്ണപ്പെടുന്ന മഹാനാണ് ഖലീലുല്ലാ എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൽ പ്രോജ്വലിച്ചു നിൽക്കുന്നത്. ഒരു സമുദായം മറ്റൊരു സമുദായത്തിന്റെ മില്ലത്ത് അനുകരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് അനുകരിക്കണം എന്നുള്ള ഒരേ ഒരു മില്ലത്താണ്. ഒരുപാട് കടമയും കടപ്പാടും സമുദായത്തിന് ആ പ്രവാചകരോടുണ്ട്. ഞാൻ ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്കും അതിന്റെ പശ്ചാത്തലങ്ങളിലേക്കും അതിന്റെ ആഴങ്ങളിലും ആഴിയിലും കടന്നുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ പെരുന്നാളിൽ പുത്തനുടുപ്പിന്റെ പുതുമണവും അത്തറിന്റെ നിർമ്മണവുമായി പരിശുദ്ധമായ ചരിത്രമുറങ്ങുന്ന തട്ടാമല പള്ളിയുടെ ഉള്ളിലേക്ക്, പരിസരത്തിലേക്ക്, സൗകര്യപ്പെടുത്തിയ സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഓടി വരുമ്പോ മനസ്സിൽ ഒരു കാര്യമുണ്ടാകണം. വലിയ പാഠങ്ങളാണ് ഇന്നത്തെ ദിവസത്തിലൂടെ ബഹുമാനപ്പെട്ട ഈ പ്രവാചകനിലൂടെ അല്ലാഹു തആല സമുദായത്തെ പഠിപ്പിക്കുന്നത്. ലോകം മുഴുവനും അത്ര സുഖകരമായ വാർത്തകളല്ല പ്രത്യേകിച്ച് സമുദായത്തിലുള്ളത്. പലതിന്റെയും പേരിൽ പീഡിതരായി ലോകത്ത് മുഴുവനും വിശ്വാസികൾ കഴിയുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാഠങ്ങൾക്ക് ഗൗരവം കൂടുകയാണ്. ക്ഷമ വേണം, ഹിൽമ് വേണം, വിവേകം വേണം എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടുള്ള വലിയ പാഠങ്ങളാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏറ്റവും വലിയ വേദന എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് പെരുന്നാളിന്റെ സന്തോഷത്തിൽ കൈകോർത്തുകൊണ്ട് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോ പെരുന്നാളാണോ അല്ലേ എന്നറിയാത്ത, അല്ലെങ്കിൽ ഒന്ന് സ്വസ്ഥമായി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ മയ്യത്ത്, തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മയ്യത്ത്, തന്റെ പ്രിയപ്പെട്ട മക്കളുടെ മയ്യത്ത്, തന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ മയ്യത്തുകൾ കുന്നുകൂടി കിടക്കുന്നതിന്റെ നടുവിൽ ആരെല്ലാമോ ഇരുന്ന് നിലവിളിക്കുകയാണ്. നമ്മളിപ്പോൾ തക്ബീർ ചൊല്ലുമ്പോൾ ഗസ്സയുടെ മണ്ണിൽ മറന്നുപോകല്ലേ. പെരുന്നാളിന്റെ സന്തോഷങ്ങൾ കുറവാണെന്ന് മാത്രമല്ല, അവർ ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ്. ചരിത്രം കണ്ടിട്ടില്ലാത്ത കിരാതമായ നരവേട്ടയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അമേരിക്കയുടെ സഹായത്തോടുകൂടി, അല്ലെങ്കിൽ സമാന രാജ്യങ്ങളുടെ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി ലോകത്തിലെ ഹിറ്റ്ലറിനെ പോലും പരാജയപ്പെടുത്തിയ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേദനയുണ്ട്. ഈ പറയപ്പെട്ട പല നേതാക്കന്മാരും, ഈ അമേരിക്കയുടെ നേതൃത്വം ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ സൗദി അടക്കം സഹോദരിമാരെ, പ്രിയപ്പെട്ട നമ്മുടെ മക്കളുടെ മുടിയഴിച്ചിട്ട് പ്രത്യേകമായ ആട്ടവും പാട്ടുമൊക്കെ നൃത്തച്ചുവട്ടടികൾ നൽകിക്കൊണ്ട് അവരെ സന്തോഷിപ്പിച്ച് സ്വീകരിക്കുമ്പോ, GCCയിലെ പല രാജ്യങ്ങളും ഫ്ളാറ്റുകളും ഫ്ലൈറ്റുകളും കൊടുത്ത് മത്സരിക്കുമ്പോ നിങ്ങൾ കാത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനത്തിലാണെന്നുള്ള കാര്യം സമുദായത്തിന്റെ പേരിൽ മേന്മ നടിക്കുന്ന രാജ്യങ്ങളും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരെ കുറിച്ച് പറയാൻ, നമുക്ക് അവരെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത ഒരു പെരുന്നാളും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകാൻ പാടില്ല. സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോ വേദനകളുള്ളവരെ കുറിച്ച് ഓർക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ഇടപെടാൻ പറ്റുന്നവരോട് ഇടപെടുകയും, അകലങ്ങളിലാണെങ്കിൽ പ്രാർത്ഥന കൊണ്ട് അവരോട് ഓരം ചേർന്ന് നിൽക്കുകയും ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു അവർക്ക് സംരക്ഷണം കൊടുക്കട്ടെ, അള്ളാഹു മോചനം കൊടുക്കട്ടെ. നമ്മൾ ഈ ദിവസം ചെയ്യുന്ന ഏറ്റവും വലിയ അമലാണ്, പിന്തുണയാണ്. അവരോടോരം ചേർന്ന് നിന്ന് അവരെ വാരിപ്പുണരലാണ്. ഈ ആമീനിന്റെ ഊക്കുകൊണ്ട് നിങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കേണ്ടത്. ഇഖ്ലാസോടെ ആമീൻ പറയൂ എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവേ, അവർക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്, ശാന്തി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, പടഞ്ഞു വീഴുന്ന മക്കൾക്ക് രക്തസാക്ഷികളുടെ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. നരനായാട്ട് നടത്തുന്ന കിരാതന്മാരെ പാഠം പഠിപ്പിക്കണേ അല്ലാഹ്.
സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മോട് പഠിപ്പിക്കുന്ന പാഠത്തിന്റെ പ്രത്യേകമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ക്ഷമയോടെ വിവേകത്തോടെ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ക്ഷമിച്ചു മുന്നോട്ട് പോകാനാണ്. ആറ്റുനോറ്റ് പ്രായാധിക്യം ചെന്നപ്പോൾ കിട്ടിയ പൊന്നുമകനെ അല്ലാഹു തആല പരീക്ഷിച്ചത് അറുക്കാനാണ്. സ്വപ്നത്തിലൂടെ പലതവണ പേക്കിനാവാണെന്ന് കണ്ട് തലതിരിച്ചിട്ടും പിന്നെയും ആ സ്വപ്നം പിന്തുടർന്നു. ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വിളിയാളമാണെന്ന് മഹാനവറുകൾക്ക് മനസ്സിലായി. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈല ഇന്നഹു കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയാ. അല്ലാഹു തആല ഒരു പൊന്നുമോനെ കൊടുത്തില്ലേ? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് എന്താണ്? ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. പടച്ചവനെ ഒരു സൽസന്താനത്തെ തരണമെന്ന് അല്ലാഹുവിനോട് ആശമുറിയാതെ പ്രായത്തിന്റെ അങ്ങേറ്റം ചെന്നിട്ടും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പടച്ചവൻ കൊടുത്തില്ലേ? ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. നല്ല ക്ഷമയുള്ള സഹനമുള്ള ഒരു മകനെ കൊണ്ട് അല്ലാഹു സന്തോഷ വാർത്ത അറിയിച്ചു. നമുക്കും മക്കളുണ്ടല്ലോ. നമ്മളൊന്ന് കാര്യമായി ചിന്തിക്കേണ്ട സമയമാണ്. നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് പരീക്ഷണമാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ? വലമ്മാ ബലഗ മഅഹു സഇയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, പൊന്നുമോനെ, നിന്നെ അറുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ തീരുമാനം ഞാൻ സ്വപ്നത്തിൽ പലതവണ കാണുന്നുണ്ട്. നിന്റെ ഒരു അഭിപ്രായം ചോദിക്കൽ വാപ്പ എന്ന നിലയ്ക്ക് എനിക്ക് അഭികാമ്യമാണ്. നിന്റെ അഭിപ്രായം എന്താണ്? ഫൻദുർ മാദാ തറാ. എന്താ പൊന്നുമോനെ, നീ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? നിന്റെ അഭിപ്രായം എന്താണ് ഈ പ്രിയപ്പെട്ട മകൻ പറഞ്ഞത്? എന്ത് പരിപാടിയാ വാപ്പ? നിങ്ങൾ കാറ്റുനോറ്റ് കിട്ടി ഈ പൊന്നാര മോനെ അറക്കാനോ? അത് പേക്കിനാവായിരിക്കും എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള വർത്തമാനമല്ല. പ്രിയപ്പെട്ട പൊന്നുമോൻ പറഞ്ഞത് ഖുർആനിലുണ്ട്. ഖാല യാ ബത്തിഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സ്വാബിരീൻ. വാപ്പയ്ക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടിയ ഓർഡറിനെ നടത്തിക്കോ. എന്തിന് പേടിക്കണം? ഡോണ്ട് ഫിയർ. പേടിക്കണ്ട. ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഞാൻ ക്ഷമിക്കും, ഞാൻ ക്ഷമിച്ചു കൊള്ളാം. അല്ലാഹു ഉദ്ദേശിച്ചാൽ പേടിക്കണ്ട. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. ആ ചരിച്ചു കടത്തിയ ആ സന്ദർഭമുണ്ടല്ലോ, രണ്ടുപേരും ആ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട്. ചരിത്രം വിശാലമാണ്, ഞാൻ ചുരുക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അറുക്കാൻ കിടത്തിയ ആ സാഹചര്യത്തെ കുറിച്ച് അല്ലാഹുവിന്റെ കലാമ് പറയുകയാണ്. ആ സമയത്ത് അറബ് കത്തി കൊണ്ട് അറുത്തിട്ട് മുറിയാത്ത ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി കൊണ്ട് പ്രിയപ്പെട്ട മകനെ അറുക്കുമ്പോൾ, അറബ് നടക്കാതെ വരുമ്പോൾ, പിന്നെയും ശക്തി കൂട്ടി അറുക്കുമ്പോൾ പടച്ചവനെ എന്താണ് അറുക്കാൻ പറ്റുന്നില്ലല്ലോ. അതിനു മുമ്പ് തന്റെ പ്രിയപ്പെട്ട മകൻ വാപ്പയോട് പറഞ്ഞു, ഉപ്പാ, അറുക്കുന്ന സമയത്ത് എന്റെ മുഖത്ത് ശ്രദ്ധിച്ചു നോക്കല്ലേ ഉപ്പാ. കരുണ കൊണ്ട് നിങ്ങൾക്ക് പിന്മാറ്റത്തിന്റെ ഒരു മന്ത്രം നിങ്ങളുടെ ഉള്ളിൽ വരും. കരുണ കൊണ്ട് ചിലപ്പോ നിങ്ങൾക്ക് അറുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഉമ്മയോട് പറയേണ്ട ചില കാര്യങ്ങൾ വസിയത്ത് ചെയ്യുന്നു. വിശാലമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഉപ്പാ, നിങ്ങൾ പേടിക്കണ്ട. മുറുക്കി പിടിച്ച് കത്തി മുറുക്കി പിടിച്ചു കൊണ്ടറുത്തോ. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൂടുതലാ, അതാണ് അറിവ് നടക്കാത്തതെന്ന് മകൻ പറയുമ്പോ കഴുത്ത് ചരിച്ചു കൊടുത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട മകൻ പറയുന്നു, ഇത് വെറുതെ കൈവിറക്കുകയല്ല, ഇത് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് അറക്കാനാണ്. ഇത് അത്ഭുതമല്ല. പിന്നെയും മറുത്ത അവസാനം ദേഷ്യം കൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന പാറയിൽ ആഞ്ഞു വെട്ടുമ്പോ പാറ പിളർന്നത് ചരിത്രമല്ലേ? ഇബ്നു കസീർ അടക്കമുള്ള ചരിത്ര പണ്ഡിതന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ വിളിയാളമാണ്. വനാദൈനാഹു അയ്യാ ഇബ്രാഹീം ഖദ് സദ്ദഖത റുയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഓ നബിയെ, നിങ്ങൾക്ക് ഞാൻ കാണിച്ച സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിച്ചു. എന്റെ പരീക്ഷണമായിരുന്നു. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇതെന്റെ പരീക്ഷണമാണ്. നിങ്ങൾ പാസായി നബിയെ. വഫദൈനാഹു ബിദിബ്ഹിൻ അദീം. അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്നും ഒരു സമ്മാനമായി ഒരാടിനെ അറുക്കാൻ കൊടുത്തു എന്ന് ചരിത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം പാഠങ്ങളാണ്. ഈ ഒരു ചരിത്ര വിഷയം മാത്രമല്ല, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് മുതൽ, ജീവിതം മുതൽ, പ്രബോധനം മുതൽ, പരിസരത്തെ പ്രകമ്പനങ്ങൾ മുതൽ, എവിടെയാ ജനിച്ചത്, എവിടെയാ വളർന്നത്, എന്തായിരുന്നു പ്രിയപ്പെട്ട വാപ്പയുടെ തൊഴിൽ, എന്തായിരുന്നു അന്ന് ആ നാട്ടിലെ ആചാരം. സുബ്ഹാനല്ലാഹ്, നമ്രൂദ് എന്ന കാട്ടാളനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിച്ചില്ലേ? വേണമെങ്കിൽ തന്റെ ജോലിക്കാരെ കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കുണ്ടം കൂട്ടാം. പക്ഷേ അവിടെയുള്ള ആളുകളുടെ ഒരു കൂട്ടക്കൊലയായി, ആൾക്കൂട്ടക്കൊലയായി അതിനെ മാറ്റിയ നമ്രൂദ് പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം നടക്കാനുണ്ടെങ്കിൽ
നോക്കി, ആവശ്യം നടക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നേർച്ചയാക്കിക്കോ. ഒരു വെട്ട് വിറക് ഈ തീക്കുണ്ടാരത്തിലിടാൻ നിങ്ങൾ നേർച്ചയാക്കിക്കോ. നാട്ടുകാരോട് വിളംബരം ചെയ്യുകയാണ്. അത്രമേൽ പ്രഹരം. സുബ്ഹാനല്ലാഹ്, എന്ത് അത്ഭുതമായിരുന്നു! ഞാൻ വിശാലമായി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മുത്തുമുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ വലിയ പരീക്ഷണങ്ങളിൽ അതിലയിച്ചവരാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ എത്ര ആളുകളോടാണ് പിണങ്ങിയിരിക്കുന്നത്? ഉമ്മാനോട് ഉപ്പാനോട് വേണ്ടതുപോലെ ഒന്ന് ചിരിച്ച് സംസാരിച്ചിട്ട് നാളുകളായ മക്കൾ എത്രയാണ്? എന്ത് പെരുന്നാളാണ് മക്കളെ നിങ്ങൾക്ക്? എന്ത് പെരുന്നാളാ! അങ്ങനെയുള്ള ഒരു പള്ളിയിൽ കയറിയാൽ അടുത്തിരിക്കുന്നവന്റെ ദുആക്ക് ഇജാബത്തിന്റെ കുറവ് വരുമെന്നല്ലേ? പാടില്ല കേട്ടോ. പ്രിയപ്പെട്ട ഉമ്മാന്റെ ഉപ്പാന്റെ കൺകുളിർമയാകാതെ നിനക്കൊരു പെരുന്നാളില്ല. നീ യഥാർത്ഥ വിശ്വാസിയാണോ? മരണപ്പെട്ട് പരിസരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ ഉപ്പയുടെ 6 മണ്ണിലെടുത്തു പോയി നിന്ന് ഒരു കണ്ണീർ വാർത്ത് നീട്ടിരിക്കുന്ന പുത്തനുടുപ്പിലേക്ക് കണ്ണിന്റെ ആ കണ്ണുനീർ തുള്ളികൾ വീഴുന്ന നിലയ്ക്ക് രൂപത്തിൽ എനിക്ക് ഈ മനോഹരമായ ഒരു പെരുന്നാളിന് കാരണക്കാര് പടച്ചവനെ എന്റെ ഉമ്മയാണ് ഉപ്പയാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണം. ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉമ്മയോട് ഉപ്പയോട് സ്നേഹമുള്ള മുഴുവൻ മക്കളും ഇവിടെ ഉണ്ടാകണം. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തിന് ദുആ ഇറക്കണം. ഇല്ലേ? ചിലപ്പോ പ്രിയപ്പെട്ട ഭാര്യയോടകുന്ന ചെറിയ വിഷയങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ കുടുംബ ജീവിതത്തിന്റെ തകർച്ച. നിസ്സാര വിഷയങ്ങൾക്ക് എത്ര കേസുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് സ്നേഹവായ്പോടെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നവർക്കാണ് ആയുസ് ദീർഘമാവുക, സ്വർഗമുള്ളതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ചേർത്ത് നിർത്തുക. പക വെടിയണം. നിന്റെ രാപ്പകലുകൾ മനോഹരമാകണം. രണ്ടു മുഖം നിനക്ക് പാടില്ല. കിബർ ഉള്ളിൽ പാടില്ല. വഞ്ചന പാടില്ല. നമ്മുടെ ഇടപാടുകൾ സുതാര്യമാകണം. ഇന്ന് ഏതാ കാലം? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ വിശുദ്ധി എവിടെ? നമ്മുടെ സാമ്പത്തിക വിഷയത്തിന്റെ വിശുദ്ധി എവിടെ? നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ വിശുദ്ധി എവിടെ? നമ്മുടെ ലൈംഗിക ജീവിതത്തിന്റെ വിശുദ്ധി എവിടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സാമ്പത്തിക വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓൺലൈൻ തുറക്കുമ്പോഴത്തേക്ക് തന്നെ ഓൺലൈൻ തട്ടിപ്പുകളുടെ നീണ്ട നിര ബിസിനസിന്റെ ഭാഗമായിട്ട് ഞറുക്കെടുപ്പിലൂടെ ആളുകൾ വഞ്ചിക്കപ്പെടുന്ന അവസ്ഥ. ഒരു ഭാഗത്തിലൂടെ ഷെയർ വാങ്ങിയിട്ട് മുങ്ങുന്ന അവസ്ഥ. പെട്ടെന്ന് പണക്കാരനാകാൻ കിടക്കാടംബര വിറ്റ് പലയിടത്തും കൊണ്ടുപോയിട്ട് അവസാനം കണ്ണുനീരോടെ കേസും വഴക്കും കടത്തിണ്ണയിലേക്ക് പോകേണ്ട അവസ്ഥ എത്രയോ മാന്യമായി ജീവിച്ച കുടുംബങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. സന്ദർഭോചിതമായി ഞാൻ പറഞ്ഞതാണ്. സാമ്പത്തിക ജീവിതം, സാമ്പത്തിക ഭാഗം റെഡിയാകണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് സന്തോഷത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകണം. മുസ്ലിമീങ്ങളോട് മാത്രം ഐക്യം പോരാ, അവരോട് മാത്രം സ്നേഹം പോരാ, മുഴുവൻ മനുഷ്യരോടും സ്നേഹം ഉണ്ടാകണം. അവരെ അംഗീകരിക്കലാണ് ഇസ്ലാം. അല്ലാതെ നിനക്ക് സ്വർഗം കിട്ടൂല എന്ന് മുഹമ്മദ് മുസ്തഫ. അകാരണമായി ഒരു മനുഷ്യനെ നോവിച്ചവൻ സുഖകരമായിരിക്കില്ല പരലോകത്തിൽ. അകാരണമായി ഒരു മനുഷ്യനെ, അല്ലെ? അറഫ കഴിഞ്ഞല്ലോ. പരിശുദ്ധമായ അറഫയില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെയുള്ള പ്രകമ്പനമായ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ഒരല്പം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നത്? അതിന്റെ മെയിൻ കണ്ടന്റ് എന്തായിരുന്നു? 1,00,000 പ്രിയപ്പെട്ട സ്വഹാബികളുടെ മുമ്പിൽ പറഞ്ഞ പ്രഭാഷണം. ഏത് പ്രഭാഷണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ ഇത്രമേൽ അത്ഭുതകരമായൊരു പ്രഭാഷണം കഴിഞ്ഞു പോയിട്ടില്ല. 963 മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പോരാട്ടങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ചരിത്രപരമായ ഐ ഹാവ് എ ഡ്രീം എന്ന് തുടങ്ങുന്ന വൈകാരികമായ പ്രഭാഷണം ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ആ ഒരു പ്രഭാഷണത്തിന്റെ പ്രൗഢിയായിരുന്നു. അതിനുശേഷം ലോകത്തിൽ വലിയ പ്രഭാഷണ വൈദഗ്ധ്യം കൊണ്ട് ലക്ഷങ്ങളെ ആകർഷിച്ച വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രഭാഷണമായിരുന്നു. 15 നൂറ്റാണ്ട് മുമ്പ് അതിനപ്പുറമുള്ള വർണ്ണ വിവേചനത്തെ തുടച്ചു നീക്കാൻ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, വിശ്വാസികളെ എന്നല്ല, ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും സൗഹാർദ്ദത്തിനെക്കാലവും പേരുകെട്ട തട്ടാമല പള്ളിയുടെ പരിശുദ്ധ പരിസരത്ത് ഈ വലിയ പെരുന്നാളിൽ കാതോർക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യ സ്നേഹികളെ, പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങൾ അറിയണേ, ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 15 നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രഘോഷണം നടത്തിയ പ്രഭാഷണം ഇപ്പോഴും പ്രതിധ്വനിക്കുന്നുണ്ട്. അവസാന കാലഘട്ടം വരാനുള്ള മനുഷ്യരെ, യാ അയ്യുഹന്നാസ് وإن أباكم واحد لا فضل لعربي على عجمي ولا لعجمي على عربي ولا أحمر على أسود ولا أسود على أحمر إلا بتقوى. عربك أنا ربيكال، عربك أنا ربيكال، أنا ربك عربيكال. കറുത്തവന് വെളുത്തവനേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ ഭയഭക്തി കൊണ്ടല്ലാതെ ഒരു വ്യത്യാസവുമില്ല. പടച്ചവനോടുള്ള ദൈവഭക്തി കൊണ്ടല്ലാതെ അവൻ പടച്ചവനിലേക്ക് ഒരടുപ്പമില്ല. സൗദിയിൽ ജനിച്ചവനും ഇന്ത്യ മഹാരാജ്യത്തിൽ ജനിച്ചവനും അള്ളാഹുവിന്റെ അടുക്കൽ തുല്യരാണെന്ന് അറഫാ സംഗമത്തിന്റെ മനോഹരമായ പ്രഘോഷണത്തിന്റെ പ്രകമ്പനങ്ങൾ വലിയ അക്ഷരങ്ങളിൽ ലോകത്ത് കുറിച്ചു വെക്കപ്പെടാനുള്ളതാണ്. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശാലമായി പറയുന്നില്ല, സ്നേഹമസനമായി മുന്നോട്ട് പോകണം. കാരുണ്യമുള്ളൊരു ഹൃദയം ഉണ്ടാകണം. എല്ലാവരോടും നല്ല വഞ്ചനയില്ലാതെ പെരുമാറാൻ കഴിയണം. അവർക്കേ സ്വർഗമുള്ളൂ. ഇബാദത്ത് കൊണ്ടല്ല സ്വർഗത്തിൽ കിടക്കുന്നത്. എത്ര വലിയ ഇബാദത്ത് ചെയ്താലും ഒരണിമണി തൂക്കം കിബറുണ്ടോ എന്നാണ് റസൂൽ പറഞ്ഞല്ലേ, അവൻ എവിടെ ഉള്ളത്? നരകത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വലിയ ഇബാദത്ത് ചെയ്യുന്നവരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മദീന പള്ളിയിലുണ്ടായിരുന്നു. മുനാഫിഖീങ്ങൾ എന്നാണ് ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്. ഇബാദത്ത് കൊണ്ടല്ല, നിസ്കാരം കൊണ്ടല്ല, വേണ്ടാന്നല്ല, അതില്ലാതെ അത് ലൈസൻസാണ്. അത് ഉണ്ടെങ്കിലേ മുമ്പോട്ട് പോകാൻ പറ്റൂ. അതൊക്കെ വേണം. ആരാധനകളുടെ ആടി കണ്ടെത്തണം, ആരാധനകളുടെ ആസ്വാദനം കണ്ടെത്തണം, അതിന്റെ രസം കണ്ടെത്തണം. 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴുള്ള സുഖം ഒരു മുസ്ലിം അനുഭവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായ ഖുർആൻ എടുക്കുമ്പോ നെഞ്ചോട് ചേർത്ത് വെച്ച് അവന് മുത്തം കൊടുത്തുകൊണ്ട് ഖുർആൻ എടുക്കുമ്പോ അതിന്റെ ഒരു പ്രകാശകിരണം, അതിന്റെ ഒരു വെളിച്ചം നമ്മുടെ കൽബിൽ മിന്നിമറയണം. അവനാണ് മുഅ്മിൻ. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, അവന്റെ ഉള്ളു നന്നാവണം, പ്രവൃത്തി നന്നാവണം, ചിന്ത നന്നാവണം, ലക്ഷ്യം നന്നാവണം. അഹങ്കാര ഭാവമില്ലാതെ മുന്നോട്ട് പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ, അത്തരത്തിലുള്ള ആധ്യാത്മിക ചിന്തയിലേക്ക് കൈപിടിച്ചവരാണ് നമ്മുടെ പരിസരത്തെ 2 രാജാക്കന്മാർ, മഹാനായ ആലപ്പുഴ തങ്ങളും മഹാനായ വലിയുല്ലാഹിയും. അവരുടെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. എന്ത് സന്തോഷമാണ് മുഅ്മിനെ അള്ളാഹു തന്നത്. വാഹനം കയറി വേറെ ദൂരെ പോണ്ടല്ലോ, ഒരു ഫാത്തിഹ ഓതാൻ എന്ത് നഷ്ടമുള്ളത്, ഒരു സലാം പറയാൻ എന്ത് നഷ്ടമുള്ളത്. അവരാരവര്, അവരുടെ കൽബെന്താ, അവരുടെ റൂഹെന്താ, അവരോടുള്ള കടമ എന്താ? അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന വെള്ളിയാഴ്ച 13, 14, 15 തീയതികളിൽ അൽഹംദുലില്ലാ മഹാനായ സയ്യിദുനാ ആലപ്പുഴ തങ്ങളുടെ ആണ്ടു നേർച്ചയാ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ ഇരിക്കുന്ന എല്ലാവരും വരണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും ലീവാക്കി വരണം. മഹാന്മാരോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ആഖിബത്ത് നന്നായി മരിക്കാൻ പറ്റും. കാരണം എന്താ? അള്ളാഹ് ഇഷ്ടപ്പെട്ടവരെ, അള്ളാഹുവിനെ കതിലയിച്ചവരെ അള്ളാഹുവിന് വേണ്ടി ഞാൻ സ്നേഹിക്കുന്നു എന്നൊരു നിയത്തുണ്ടായാൽ മതി.